ബെറ്റിംഗ് ആപ്പുകൾ പണിയായി. യുവരാജും ഹർഭജനും സുരേഷ് റെയ്നയെല്ലാം പെട്ടു. അതെ, മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ഹർഭജൻ സിംഗ്, യുവരാജ് സിംഗ്, സുരേഷ് റെയ്ന എന്നിവരെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇഡി ഉദ്യോഗസ്ഥർ. നിരോധിത ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ നടത്തി ജനങ്ങളെ വഞ്ചിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. സിനിമാ താരങ്ങളായ സോനു സൂദ്, ഉർവശി റൌട്ടല എന്നിവരും സംശയത്തിന്റെ നിഴലിലാണ്. ഇതുമായി ബന്ധപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ ചോദ്യം ചെയ്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിരോധിത ഓൺലൈൻ ബാറ്റിംഗ് ആപ്പുകളെ പ്രോത്സാഹിപ്പിച്ചതിനെതിരെയാണ് ഇവർക്കെതിരെയുള്ള കേസ്. ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചെന്നും IT ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ടലംഘനം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗുരുതരമായ കേസ് താരങ്ങൾക്കെതിരെയുള്ളത്. അതേസമയം ചില മാധ്യമ സ്ഥാപനങ്ങളും പരിശോധനയിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പരസ്യ ക്യാമ്പയിനുകൾ നടത്തുന്നതിനായി വിവിധ കമ്പനികൾക്ക് 50 കോടിയിലധികം രൂപ നൽകിയതായി ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിരവധി നിരോധിത ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങളിൽ സെലിബ്രിറ്റികളാണ് പ്രധാന മുഖമായി മാറുന്നത്. മെയ് മാസത്തിൽ റാണ ദഗുപതി, പ്രകാശ് രാജ് എന്നിവരുൾപ്പെടെ 25 പ്രശസ്ത നടന്മാർക്കെതിരെ തെലങ്കാന പോലീസ് കേസ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. പരസ്യ ക്യാമ്പയിനുകൾ നടത്തുന്നതിനായി വിവിധ കമ്പനികൾക്ക് 50 കോടിയിലധികം രൂപ നൽകിയതായി ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിരവധി നിരോധിത ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യങ്ങളിൽ സെലിബ്രിറ്റികൾ എത്തുന്നതും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താരങ്ങൾ വിശദീകരണം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കൂടുതൽ സെലിബ്രിറ്റികളിലേക്കും നോട്ടീസ് അയക്കുമെന്നും ED അറിയിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.